തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ 6 വയസ്സുകാരിയെ പിതാവ് കൊലപ്പെടുത്തി. സ്ഥാനാർത്ഥികൾക്ക് 2 കുട്ടികളായിരിക്കണം എന്ന മാനദണ്ഡം മറികടക്കാനാണ് കൊലപാതകം നടത്തിയത്. 28-കാരനായ പാണ്ഡുരംഗ് മകളെ കനാലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഖില സിപ്പി ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. അഖില, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. സ്വന്തം കുഞ്ഞിനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി ഒരാൾ കൊലപ്പെടുത്തുക. അതെ രുചീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു 6 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സ്വന്തം പിതാവ് കനാലിലേക്ക് കൊന്നു തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കുട്ടിയെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഈ പാണ്ഡുരംഗ് തന്നെയാണ് കുട്ടിയെ കനാലിലെത്തി തള്ളിയിട്ട് കൊന്നത്. ശേഷം കാണാതായിരുന്നു. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ തിരിച്ചറിഞ്ഞു. പിന്നീടാണ് പാണ്ഡുരംഗിൻ്റെ മകളാണ് എന്നുള്ളൊരു കാര്യം അറിയുന്നത്. അപ്പോൾ എൻ്റെ മകൾ കൊല്ലപ്പെട്ടിട്ടില്ല, കാണാതായിട്ടില്ല, ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പാണ്ഡുരംഗ് നൽകിയ വിശദീകരണം. പക്ഷേ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിനിടയിലാണ് പാണ്ഡുരംഗ് കുറ്റം സമ്മതിച്ചിരുന്നത്. അപ്പോൾ 3 കുട്ടികളാണ് പാണ്ഡുരംഗിനുള്ളത്. അതിൽ ഇരട്ട കുട്ടികളിലോ മൂത്ത കുട്ടിയാണ് ഈ 6 വയസ്സുകാരി. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡമുണ്ട്, 3 കുട്ടികളുണ്ടെങ്കിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ഈ പാണ്ഡുരംഗിന് മത്സരിച്ചേ സാധിക്കൂ. അങ്ങനെ ഈ കൂട്ടുകാരനുമായി സുഹൃത്തുമായി ഗൂഢാലോചന കൂടി നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി. അപ്പോൾ ആദ്യം ഈ കുട്ടിയെ ഒഴിവാക്കാനായി ദത്തെടുത്തതാണ് എന്ന് പറയാമെന്ന് കരുതി. പക്ഷെ ദത്തെടുത്താലും ഈ കുട്ടിയുടെ പിതാവിന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ പാണ്ഡുരംഗ് എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ അത് വീണ്ടും ഒരു പ്രശ്നമാകും. പിന്നീട് ഈ കുട്ടിയെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ കുട്ടി എങ്ങാനും തിരിച്ചു വന്നാൽ അത് വീണ്ടും തിരിച്ചടിയാകും. അത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. ഒടുവിലാണ് ഈ സുഹൃത്തുമായി ഈ ഗണേഷ് ഷിൻഡെ എന്ന് പറയുന്ന സുഹൃത്തുമായി കുട്ടിയെ കൊല്ലാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ കൊല്ലുന്നതിലേക്ക് നയിച്ചത്. എന്തായാലും അതിക്രൂരമായൊരു കൊലപാതകമാണ് രുചീഷ് നടന്നിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു. ശരിയാക്കില്ല.